കേരളത്തിന്റെ അതിവേഗ റെയിൽപാത എന്ന സ്വപ്ന പദ്ധതി മുതൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം വരെ ഉൾപ്പെട്ട 2 മണിക്കൂർ 53 മിനിറ്റ് നീണ്ട സമഗ്രമായ ബജറ്റാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ശേഷിക്കെ അവതരിപ്പിക്കപ്പെട്ട ബജറ്റ് വെറും ഗിമ്മിക്ക് മാത്രമാണെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഒന്ന് നമുക്ക് കാണാതിരിക്കാനാവില്ല. ഈ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും വിവിധ പദ്ധതികളുടെ ചെലവിലേക്കായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് നീക്കിവെച്ചത് 2.39 ലക്ഷം കോടി രൂപയാണ്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് സർക്കാരിന്റെ മൊത്തം ചെലവ് ചെയ്യലിലേക്കായി ഇത്രയും വലിയൊരു തുക നീക്കിവെക്കുന്നത്. മുന്നോട്ട് വച്ച ഓരോ പദ്ധതിയും സാമൂഹിക ഉത്തരവാദിത്തത്തിൽ തീരെ ചെറുതുമായിരുന്നില്ല. അതേസമയം അധിക നികുതി ഭാരമൊന്നും ചുമത്തിയിട്ടുമില്ല. ഇതൊക്കെ ഒരു കൊട്ടക്കണക്കോ അതോ യാഥാർത്ഥ്യ ബോധമുള്ളതോ എന്നതാണ് ഇനിയത്തെ ചോദ്യം. ബാലഗോപാലിന്റെ പദ്ധതികളെ സർക്കാരിന്റെ ധനസ്ഥിതിയുടെ വെളിച്ചത്തിൽ പരിശോധിക്കുകയാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്സ്. മൻമോഹൻ സിംഗിന്റെ കാലത്ത് നിയോ ലിബറൽ പരിഷ്കാരങ്ങൾ തുടങ്ങിയ കാലം മുതലാണ് കേന്ദ്രത്തിന്റെ സംസ്ഥാനങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റം വന്നത്. സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനവും വായ്പാ പരിധിയും വെട്ടിക്കുറയ്ക്കുന്നു. കൂടുതൽ ചെലവ് ഉത്തരവാദിത്തങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. കേന്ദ്രത്തിന്റെ നികുതി വരുമാനത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് വീതം വയ്ക്കേണ്ട തുകയുടെ അനുപാതം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. വീതം വയ്ക്കേണ്ട സെസ്സും സർചാർജും മറ്റും ഉയർത്തുന്നു. കോർപ്പറേറ്റ് നികുതിയിലും മറ്റും ഇളവ് നൽകി വരുമാനം നഷ്ടപ്പെടുത്തുന്നു. ഈ സമീപനങ്ങളുടെ വ്യാധി ഇന്നും പൂർവാധികം ശക്തിയോടെ തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം കൊണ്ട് മാത്രം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാകില്ല എന്ന സ്ഥിതി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫെഡറൽ നയ സമീപനം പുതു നിയോ ലിബറൽ നിബന്ധനകൾക്ക് വഴിമാറിയതോടെയാണ് സംസ്ഥാനം കൂടുതൽ കടക്കണിയിലായത്. ഏതു സംസ്ഥാന സർക്കാരിന്റെയും കടം വിലയിരുത്തേണ്ടത് കടവും സംസ്ഥാനത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അനുപാതം നോക്കിയാണ്. 2020-21 41.35% ഈ അനുപാതം 2023-24 37.84%. മറ്റ് പല സംസ്ഥാനങ്ങളുടെയും കടത്തിന്റെ അനുപാതം കേരളത്തെക്കാൾ കൂടുതലാണ്. കേന്ദ്രത്തിന്റെ അവഗണനയാണ് ഇതിന് പ്രധാന കാരണം. 2021-22 കേന്ദ്രത്തിൽ നിന്നുമുള്ള വിഹിതം 47,837.21 കോടി രൂപയായിരുന്നത് 2022-23 45,360.54 കോടിയായും അത് 2023-24 ആകുമ്പോഴേക്കും 33,811.18 കോടിയായും കുറഞ്ഞു. 4 വർഷത്തിനിടെ കേരളത്തിനുള്ള കേന്ദ്ര വിഹിതം 34% നിന്നും 25%. എന്നാൽ തനത് വരുമാനത്തിലുണ്ടായ വർധന കാരണം നമുക്ക് പിടിച്ചു നിൽക്കാനായി. ഈ അവസാന 3 മാസം കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട തുകയും വെട്ടിക്കുറച്ചു. സംസ്ഥാനത്തോടുള്ള കേന്ദ്രത്തിന്റെ പക്ഷപാതത്തിന്റെ തെളിവ് തന്നെയാണിത്. ഈ പരിമിതികൾക്കിടയിലും സംസ്ഥാനത്തിന്റെ ഇടപെടലിൽ ധനസ്ഥിതി മുൻ വർഷത്തെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടുവെന്ന് ധനമന്ത്രി പറയുകയാണ്. 5 വർഷത്തിനിടെ 1,27,747 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായതായി ധനമന്ത്രി പറയുന്നു. തനതു നികുതി വരുമാനത്തിൽ 1,27,747 കോടി രൂപ അധികമായി പിടിച്ചെടുക്കാനായി. ശരാശരി പ്രതിശീർഷ തനത് നികുതി വരുമാനം 73,002 കോടി രൂപയാണ്. നികുതി ഇതര വരുമാനമായി 24,898 കോടി രൂപയോളം അധികമായി പിരിച്ചെടുക്കാനുമായിട്ടുണ്ട്. 2025-26 കാലത്തെ പ്രതിശീർഷ ചെലവാകട്ടെ 1,92,456 കോടിയായി വർദ്ധിച്ചിട്ടുമുണ്ട്. ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ ധനസ്ഥിതി കൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് ഗതിവേഗം കൂടുതലാണ് എന്നതിൽ ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. 2023-24 കടമെടുപ്പ് സർവകാല റെക്കോർഡിലാണ്. ആ വർഷം ആകെ കടമെടുത്തത് 1,04,354 കോടി രൂപയാണ്. ഇതിൽ 53,306 കോടി റിസർവ് ബാങ്കിൽ നിന്നുള്ള താൽക്കാലിക വായ്പയാണ്. 2023-24 74,365 കോടി വായ്പ തിരിച്ചടയ്ക്കാനും 27,106 കോടി പലിശ നൽകാനും ചെലവിട്ടു. 2023-24 ആകെ വരവായ 2,29,603 കോടി രൂപയിൽ 45% വായ്പയായി സ്വരൂപിച്ചതാണ്. ഇന്നിപ്പോ വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്ന നില ശരിക്കും അന്നായിരുന്നു. 2016 ധവളപത്രം ഇറക്കിയാണ് LDF സർക്കാർ ഭരണം തുടങ്ങിയത്. ധനപ്രതിസന്ധി അതിരൂക്ഷമാണെന്നും ഇങ്ങനെ മുന്നോട്ട് പോയാൽ 2021 ധനസ്ഥിതി തകരുമെന്നും ധവളപത്രം പ്രവചിച്ചു. എന്നാൽ പ്രത്യേകിച്ച് പരിഹാര നടപടികളൊന്നും ഉണ്ടായില്ല. നികുതി മെച്ചപ്പെടുത്താൻ ഈ ബജറ്റിൽ ഉൾപ്പെടെ കാര്യമായി ഒന്നും ഉണ്ടായതുമില്ല.
കേരളത്തിന്റെ കടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലെ അനുപാതം 2021 38.47% 4 വർഷം കൊണ്ട് 5% കുറഞ്ഞ് 33.44% മുൻ സർക്കാരിന്റെ തുടക്കത്തിൽ കടം 1,57,370 കോടി രൂപയായിരുന്നത് ഇപ്പോ 4,88,910 രൂപയായി. കടം ഇരട്ടിച്ചിരുന്നുവെങ്കിൽ കുറഞ്ഞത് 5,93,802 കോടി രൂപയിൽ എത്തിയേനെ എന്ന് ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി വ്യക്തമാക്കി. 2024-25 മൊത്തം റവന്യൂ കമ്മി 28,227 കോടിയായിരുന്നു. 2025 നവംബർ ആയപ്പോൾ തന്നെ റവന്യൂ കമ്മി 27,788 കോടിയായി ചുരുങ്ങി. അപ്പൊ ഈ സാമ്പത്തിക വർഷം അവസാനം അത് 42,000 കോടിയിലേക്ക് ഉയരാനാണ് സാധ്യത. സർക്കാർ ജീവനക്കാർക്ക് 5 ഗഡു ക്ഷാമബത്ത നൽകാനുണ്ട്, അതായത് 13%. ഇത് നൽകാൻ ഇന്നത്തെ സ്ഥിതിയിൽ സർക്കാരിന് കഴിയില്ല. ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് പണം കണ്ടെത്താൻ ബാലഗോപാലിന്റെ കയ്യിൽ ഇനിയും മന്ത്രവടികൾ ബാക്കിയുണ്ടോ എന്നാണ് സ്പോട്ട്ലൈറ്റിന്റെ സന്ദേഹം. വരവിനനുസരിച്ച് മാത്രമേ ചെലവ് നടത്താവൂ എന്ന പാഠം ഇതുവരെ സർക്കാർ പഠിച്ചിട്ടില്ല എന്ന വിമർശനവും സാമ്പത്തിക വിദഗ്ധർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാർക്കായി വാരിക്കോരി പദ്ധതികൾ ബജറ്റിലുണ്ട്. ഏപ്രിൽ 1 മുതൽ അഷ്വേഡ് പെൻഷൻ, അതുപോലെ കൂടുതൽ പാക്കേജോടെ മെഡിസെപ് 2.0, ശമ്പള പരിഷ്കരണവും DA കുടിശ്ശികയും, പൊതുമേഖലാ ജീവനക്കാരുടെ മുഴുവൻ DA കുടിശ്ശികയും ഒക്കെ നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ജീവനക്കാർക്കുള്ള ഈ സഹായം സംസ്ഥാന സർക്കാരിനെ നടുവൊടിക്കുമെന്ന് ഒരു വിഭാഗം ധനകാര്യ വിദഗ്ധർ ഇപ്പോഴേ ആശങ്കപ്പെടുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ വീണ്ടും തങ്ങൾ എത്തില്ലെന്നുറപ്പിച്ചുള്ള പ്രഖ്യാപനമാണിതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വ്യാഖ്യാനം. ഇവ നടപ്പാക്കിയാൽ പണ്ടേ ദുർബല ഇപ്പോഴോ ഗർഭിണി എന്ന അവസ്ഥയിലാകും കേരളത്തിന്റെ ധനസ്ഥിതി അത്രേ. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഭാവനാപൂർവമായ ഒട്ടേറെ ജനപ്രിയ പദ്ധതികൾ അടങ്ങിയ ബജറ്റ് അവതരിപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് സർക്കാർ. പ്രഖ്യാപനങ്ങൾ കയ്യിലെത്തുന്നതും കാത്തിരിക്കുകയാണ് ജനവും. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.